ഹായ് കൂട്ടുകാരെ, കൂട്ടുകാരെന്ന് വിളിക്കുന്നില്ല, ഹായ് സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ സൗമ്യ. എന്നെ അറിയാത്ത ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഫേസ്ബുക്കിനകത്തിലെ മെസ്സഞ്ചർ കോളുകളും പോയിട്ട് ഓടി വാ. മെസ്സഞ്ചർ കോളുകളും തീ കുറച്ച് വെക്കുക, അതാ അന്നേരം കരിയത്തില്ല. അവൾ കടൽപ്പേൽ എന്താ വെച്ചത് കരിയുന്നത് ഞാൻ പറഞ്ഞു. മെസ്സഞ്ചർ കോളുകളും മെസ്സഞ്ചറിനകത്ത് വരുന്ന ഇതും എനിക്ക് എടുക്കാനൊക്കത്തില്ല. ഞാനത് ആദ്യമേ പറഞ്ഞാൽ എൻ്റെ വൈകാഴിക, എൻ്റെ അസുഖം, എൻ്റെ കണ്ണ്, പിന്നെ എനിക്ക് ഫോൺ ഉപയോഗിക്കരുതെന്നാണ് എന്നോട് പ്രത്യേകം ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ അവസ്ഥകൾ കൊണ്ടാണ്, എൻ്റെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ, ഇതുണ്ടോ എൻ്റെ അവസ്ഥകൾ, കാര്യം എല്ലാം പരുവാണ്. എൻ്റെ അവസ്ഥകളും കൊണ്ടാണ് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത്. ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല, എൻ്റെ അവസ്ഥ ഇതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എന്നെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്ക് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, സൗമ്യ എവിടെയാണ് താമസിക്കുന്നത്, അവരെന്തി ഇവരെന്തി, അതാരാണ് ഇതാരാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് ഫേസ്ബുക്ക് കോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതൊരു പറയാം. അപ്പോൾ എല്ലാവരും അത് ഒന്നിച്ചങ്ങ് ഇതാക്കുക. എൻ്റെ പേര് സൗമ്യ. നമ്മൾ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത്. കോട്ടയം ജില്ലയിലാണ് നമ്മുടെ വീടല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം. എനിക്ക് മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അമ്മയുടെ അമ്മയും മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മക്കളെ അറിയാമല്ലോ. എൻ്റെ മൂത്ത മോൻ്റെ പേര് ഉണ്ണി, രണ്ടാമത്തെ മോൻ്റെ പേര് അമ്പു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഉണ്ണിയുടെ സ്കൂളിലെ പേര് ഗൗതം ആർ നായർ, അമ്പുവിൻ്റെ ശ്രീദേവ് ആർ നായർ, കുഞ്ഞിൻ്റെ പേര് ഗൗതം ആർ നായർ. ഇതാണ് ഞങ്ങളുടെ ഇത്. പിന്നെ മോനെ മെമ്പർ എഴുതി തന്ന പേപ്പറിങ് എടുക്കുന്നുണ്ട്, മെമ്പർ എഴുതി തന്നില്ലേ, അതിങ് എടുത്തുക. ഇത് ബീനയാണ്. ബീനയെ അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ ബീനയാണ്. ബാക്കി ഞാൻ പറയാം. അപ്പം എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാം. ഭർത്താവ് എന്തിയെ, കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്തെന്ന് ചോദിച്ചു. കൈ ഇങ്ങനെ വെക്കാൻ വേദന. അയാൾ മറ്റൊരു സ്ത്രീയുടെ കൂടെ സുഖമായി ജീവിക്കുകയാണ്. അപ്പോൾ ആ ഏട് നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് അവർ നമ്മളെ വിട്ടിട്ട് വേറൊരു നല്ല ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജീവിതമായിട്ട് അവർ സുഖമായിട്ട് പോയിക്കോട്ടെ. അപ്പോൾ എനിക്ക് 2 മക്കളാണ്. എൻ്റെ മക്കളുടെ പേര് പറഞ്ഞു. മൂത്ത മോന് 10 വയസ്സ് കഴിഞ്ഞു, ഇളയ മോന് 2.5 വയസ്സായി. ആ സമയത്താണ് എനിക്ക് ക്യാൻസർ 4th സ്റ്റേജാണ്. ഞാൻ 3ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഓപ്പറേഷൻ നടക്കുന്നതിന് വരെ പിന്നെ ഞാനിപ്പം 3ാമത്തെ ഓപ്പറേഷൻ ആകുന്നതും വരെയും 2ാമത്തെ ഓപ്പറേഷൻ ആകുന്നതും വരെയും ഞങ്ങളുടെ സ്വർണ്ണങ്ങളും ഒക്കെ വിറ്റും പെറുക്കിയൊക്കെയാണ് ഞങ്ങൾ ചികിത്സ നടത്തിയത്. അവസാനം 3ാമത്തെ ഓപ്പറേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയായിരുന്നു. പിന്നെ പലിശയ്ക്കും ഇവരോടും ഒക്കെ മേടിച്ചും പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഈ എല്ലാവരോടും ഒക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ അറിയാൻ മേലാത്ത പുതിയ സുഹൃത്തുക്കൾ ഇപ്പം വന്നവർ എന്നെ മനസ്സിലാക്കുക, എന്നെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ഇപ്പുറത്ത് വന്നിരിക്കും, ബീനെ കാണത്തില്ല. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. പിന്നെ എനിക്ക് അന്ന് മുതലേ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും താങ്ങും തണലുമായിട്ട് നിന്നത് അയൽവക്കംകാരാണ്. എൻ്റെ ഇവിടെ ഡെയിലി ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരും ഓരോ ദിവസം അവധി എടുത്താണ് കീമോയ്ക്ക് പോകുമ്പോഴും എല്ലാം വരുന്നത്. പിന്നെ എൻ്റെ വസ്ത്രങ്ങൾ ഇറക്കി തരുന്നതും എന്നെ നോക്കുന്നതും എനിക്ക് ആഹാരങ്ങൾ വെള്ളവും ഒക്കെ തരുന്നത് ബീന എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ഇവരുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, മക്കളെ കാണിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ മക്കളാണ് എൻ്റെ കൂടെ, എനിക്കെല്ലാം എൻ്റെ മക്കളാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല. അവർക്ക് ഞാനല്ലാതെ ആരുമില്ല. എൻ്റെ ചികിത്സയ്ക്ക് എനിക്ക് വേറെ എന്നെ സഹായിക്കാനോ എനിക്ക് സഹായിക്കാനോ എന്നെ ആരുമില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു, മെമ്പറോട് പറഞ്ഞിരുതേ ഞാൻ ക്യാൻസർ രോഗിയാണെന്നും ഞങ്ങളുടെ നെടുങ്കുന്നത്ത് ഞങ്ങളുടെ ഇതിൽ എഴുതി തന്നാണ് ഞാൻ ക്യാൻസർ രോഗിയാണെന്നും എനിക്ക് താമസിക്കാൻ 1 സെൻറ്റ് ഭൂമിയില്ലെന്നും ഞാൻ ഒരു വാടകയുടെ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നതെന്നും എനിക്ക് 1 സെൻറ്റ് വസ്തുവില്ലെന്നും എനിക്ക് കയറി കിടക്കാൻ ഒരു വീടില്ലെന്നും ഞാനൊരു ക്യാൻസർ 4th സ്റ്റേജ് രോഗിയാണെന്നും ഞങ്ങളുടെ മെമ്പർ എഴുതി തന്ന പേപ്പറാണത്. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നിങ്ങളുടെ മെമ്പറുകളും അവരോടും പറഞ്ഞില്ലേ എന്നപ്പോൾ പറഞ്ഞാണ്, അവരെഴുതി തന്നാണ്. അപ്പം ഞാനിനി ഒരു കള്ളം പറയുവാണെന്നോ ഫേക്കാണെന്നോ നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ ഞാനത് കാണിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഈ അസുഖം വെച്ചുകൊണ്ട് എന്നെക്കൊണ്ട് ചികിത്സ, എനിക്ക് നല്ല പൈസ ചിലവുള്ള ഒരു ചികിത്സയാണ് ക്യാൻസർ ചികിത്സ. എനിക്ക് ഈ 3ാമത്തെ ഇത് കഴിയുന്നത് വരെ ഞാൻ ഒട്ടും എന്നെക്കൊണ്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവർത്തികെട്ട ഒരവസ്ഥയിലാണ്
ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇളയ കുഞ്ഞ് മുലപ്പാൽ പോലും കുടിക്കുന്നതല്ല, പാല് മേടിച്ചാണ് നമ്മൾ തിളപ്പിച്ചാറ്റിച്ചാണ് നിബിള് കുപ്പിയിലൊഴിച്ചാണ് അതിന് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോടിരുന്ന് കൈ നീട്ടി തെണ്ടുകയാണ്. എന്നെ സഹായിക്കുകയും എനിക്ക് നിങ്ങളല്ലാതെ എനിക്ക് നിങ്ങളെന്നെ സഹായിക്കാതെ എനിക്ക് മുന്നോട്ടൊരു രീതിയിലും പോകാൻ കഴിയുകയില്ല. അപ്പം ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ അയക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും കൂട്ടുകാരും മനസ്സിലാക്കുക, സഹോദരിമാരും, എനിക്ക് ഫേസ്ബുക്കിനകത്ത് മെസ്സേജുകളോ കോളുകളോ എനിക്ക് അതിവിധമായ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ 2 വാട്സപ്പ് ഉള്ളതാണ്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക, വോയിസ് മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ എന്നെ പിള്ളേരെടുത്ത് വെച്ച് കേൾപ്പിച്ച് തന്നോളും. അല്ലാതെ എനിക്ക് ഫോണിനകത്ത് കോൾ എടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല അങ്ങനെ എന്ന് വിചാരിക്കേണ്ട. എനിക്ക് എടുക്കാൻ പറ്റാത്ത എൻ്റെ സാഹചര്യം അങ്ങനത്തെ ആയതുകൊണ്ടാണ് എനിക്ക് ഒട്ടും വയ്യാത്ത. ഇപ്പോൾ എൻ്റെ കീമോ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 4-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് MRI സ്കാൻ ചെയ്യണമെന്ന്. എൻ്റെ ഒരു തുള്ളി കണ്ണിൽ കൂടെ വെള്ളം വരികയാണ്. നട്ടല് ഒരു രീതിയിലും എനിക്ക് നട്ടൽ അനക്കാൻ പറ്റാതെ, എനിക്കൊരാൾ കിടന്നിട്ട് ഒരാൾ പിടിക്കാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ മൂത്രം ഒരുപാട് നേരം ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്രം ഒരു തുള്ളി പോകുന്നത്. അതും അതികഠിനമായ വേദനയോട് കൂടിയാണ്. അതുപോലത്തെ വേദന സഹിക്കുന്നതാണ്. ഇപ്പോഴത്തെ കീമോടെയാണ് എൻ്റെ ദേഹം മൊത്തം ഇത് കണ്ടോ പരുവാണ്. അരി പൊരിയുന്ന പോലെ എൻ്റെ ദേഹം മൊത്തം കാലും കൈ നിറച്ചും പരുവാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ സഹായം ആണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് എന്നെ സഹായിക്കണം, എല്ലാവരും സഹായിക്കണം. ഞാനത് തൊഴുതുകൊണ്ട് പറയുകയാണ്. എൻ്റെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കുക. വീരിക്കുന്നതിനും പറയാൻ ഞാൻ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും വയ്യാത്തയാണ്. പിന്നെ ഭയങ്കര മഴയാണ് 2-3 ദിവസമായിട്ട്. ഭയങ്കര മുറ്റത്തോട്ട് പോലും ഇറങ്ങാനൊക്കത്തില്ല. ഇവിടെ മുറ്റത്തൂടെ എല്ലാം ഉറവ പോലെ വെള്ളം. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ എല്ലാം വെള്ളം കയറും. ഞാൻ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ എല്ലാം ഇന്നലെ രാത്രി കയറി. ഞങ്ങൾ ഉറക്കമായിരുന്നു, അറിഞ്ഞില്ലേ. വെള്ളം കയറി പോലീസും പിന്നെ അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് വരും, ഞാൻ കിടക്കുമായിരുന്നു ഒട്ടും വയ്യാത്തതുകൊണ്ട്. പിന്നെ അമ്പൂന് പനിയാണ്. അമ്പൂന് നിർത്തുമ്പോൾ നേരി മഴ പോയി. ഉണ്ണിക്ക് പനിയായിരുന്നു. പനിയായി, ഉണ്ണിയുടെ പനി കുറഞ്ഞപ്പോൾ അമ്പൂന് പനിയായി, എനിക്ക് പനിയായി. എനിക്കാണെങ്കിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കാൻ പനി വരാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരുവിധം കുറവുണ്ട്. ഡോളോ കഴിച്ചായിരുന്നു. പിന്നെ അമ്പൂന് പനിയാണ്. അമ്പൂനെ ആശുപത്രി കൊണ്ടുപോയിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലൊരു ഡോക്ടർ നോക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജനിച്ചപ്പം തൊട്ട് അവിടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പു പനിയായിട്ട്. ഈ ഹായ് വെച്ചേ അമ്പുവേ, ഹായ് വെച്ചേ, ഹായ് വെക്കേ, ഹായ് വെക്കേ, ഹായ് വെച്ചേടി, പൊട്ടു തൊട്ടോ. ഇതാണ് അമ്പൂന് പനിയാണ്. നീനെയാണ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് എടുക്കാൻ പറ്റില്ല, പരുവായതുകൊണ്ട്. എനിക്ക് വയ്യാഴികയൊന്നും. ഹായ് വെച്ചേ അമ്പുവേ, തൊഴുതേ, എല്ലാരും തൊഴുതേ, ഇങ്ങനെ തൊഴുതേ. അമ്പോറ്റിയെ വിളിച്ചേ, അമ്പോറ്റിയെ തൊഴുതേ. എങ്ങനെ തൊഴുന്നത്? ഇത് എന്നെ അമ്മച്ചെ രക്ഷിക്കണേന്ന് പറ, ഞങ്ങളെ രക്ഷിക്കണേന്ന് പറ, ആരോരും ഇല്ലാത്ത ഞങ്ങളെ രക്ഷിക്കണേന്ന് പറ. അമ്പോറ്റിയെ തൊഴുതേ. ഇതാണ് അമ്പു അത്ഭുതത്തോടെ വീട്. പേടി. അപ്പം എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി എന്നെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ഞാനൊരു പേയ്ക്കോ അല്ല, കള്ളത്തരോ അല്ല, സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. നിങ്ങൾ സഹായം കൈ നീട്ടുകയാണ്. സഹായകരമായിട്ട് കൈ നീട്ടുകയാണ്. പിന്നെ എന്നെ എല്ലാവരും സഹായിക്കുക. ഇനി എന്താ പറയാനുള്ളത്? എൻ്റെ കുഞ്ഞുങ്ങളെ ഉള്ളു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ല. ഞങ്ങൾക്കൊരു സെൻറ്റ് ഭൂമിയോ കയറി കിടക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ അതുപോലെ അവസ്ഥകളിലേക്കാണ് ജീവിക്കുന്നത്. മരുന്ന് വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഇവരുടെയൊക്കെ കാരുണ്യത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിലും പോകുന്നത്. അതുപോലത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പ് കൈ നീട്ടുകയാണ്. എന്നെ വേഷ വിചാരിക്കരുത്. എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്.